പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് കേരളമെന്ന് കേട്ടാൽ എന്ന നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഹെൽത്ത് വീഡിയോയിൽ കെ ആരോഗ്യ കേരളത്തിൽ ഞാൻ പ്രതിപാദിക്കുന്നത് HIIT ഹിറ്റ് അഥവാ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് എന്നൊരു എക്സസൈസ് മെത്തേഡാണ്. ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് HIIT. അത് ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാനായിട്ട് ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു എക്സസൈസ് പ്രോഗ്രാമാണ്, ഒരു എക്സസൈസ് റൂട്ടീനാണ്. വളരെ സിമ്പിളാണ് ആ എക്സസൈസിൻ്റെ കാര്യം. പക്ഷേ ഒരു ബിഗിനറിന്, ഒരു ബിഗിനറിന് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. ഒരു അഡ്വാൻസ്ഡ് ഒരു വെയ്റ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ലെവൽ ഓഫ് ഫിറ്റ്നസ് എത്തിയവർക്ക് വേണ്ടിയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മിനിമം ഒരു 5-6 മാസമെങ്കിലും എന്തെങ്കിലും എക്സർസൈസ് ചെയ്ത് ശീലമുള്ള ഒരാൾക്ക് വേണ്ടിയാണ് ഈ എക്സസൈസ് റൂട്ടീൻ. ഇതിൻ്റെ കോർ പ്രിൻസിപ്പിൾ ഞാൻ പറഞ്ഞുതരാം. 1 മിനിറ്റ് നമ്മൾ വളരെ കഠിനമായ എന്തെങ്കിലും ഒരു എക്സർസൈസ് ചെയ്യുന്നു, വളരെ കഠിനമായിട്ടുള്ള, അതായത് ഒരു വലിയൊരു കയറ്റം സ്പ്രിൻ്റ് ചെയ്ത് കയറുന്നു, അല്ലെങ്കിൽ ഒരു 3 നില പടി നമ്മൾ സ്പ്രിൻ്റ് ചെയ്ത് മുകളിലേക്ക് ഓടിക്കയറുന്നു. 1 മിനിറ്റ് നേരത്തേക്ക് മാത്രം ഈ എക്സസൈസ് ചെയ്യുക, ഈ കഠിനമായ എക്സസൈസ് ചെയ്യുക. പിന്നൊരു 2 മിനിറ്റ് വളരെ ലൈറ്റായിട്ടുള്ളൊരു എക്സസൈസ് ചെയ്യുക. ഉദാഹരണമായിട്ട് തിരിച്ച് ആ പടികൾ പതുക്കെ ഇറങ്ങി വരുന്നു, അല്ലെങ്കിൽ ആ കയറ്റം തിരിച്ച് താഴോട്ട് ഇറക്കത്തോട്ട് നടന്ന് പതുക്കെ വരുന്നു. 2 മിനിറ്റ്. ആ 2 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ തിരിച്ച് ആ കഠിനമായ എക്സസൈസിലോട്ട് തിരിച്ചു പോകുന്നു. അത് കഴിഞ്ഞ് 2 മിനിറ്റ് വീണ്ടും ലൈറ്റ് എക്സസൈസസ്. അങ്ങനെ മാറി മാറി നമ്മളൊരു 10 റൗണ്ട് ചെയ്യാനായിട്ട് നോക്കണം. ഏകദേശം ഒരു 30 മിനിറ്റ് മാത്രമാണ് ഈ എക്സസൈസ് റൂട്ടീൻ ഉള്ളത്. അതിൽ കൂടുതലായിക്കഴിഞ്ഞാൽ അതൊരു ഓവർ ട്രെയിനിങ് എന്നുള്ള നിലയിലേക്ക് അത് മാറും. അതുകൊണ്ട് അത് ആർക്കും അങ്ങനെ അത് റെക്കമെൻഡ് ചെയ്യാറില്ല. സോ ഇത് ഏതെല്ലാം രീതിയിൽ നമുക്ക് പ്രാവർത്തികമാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ജിംനേഷ്യത്തിൽ പോകുന്ന ഒരാളാണെങ്കിൽ അയാൾക്കൊരു ഹെവി ബെഞ്ച് പ്രസ് ചെയ്യാം. ഒരു ഹെവി ബെഞ്ച് പ്രസ്, അതായത് ഒരു 8 മുതൽ 10 റെപ്പറ്റീഷനിലുള്ളിൽ ഒരു ടെമ്പററി മസ്കുലർ ഫെയിലിയർ ഉണ്ടാകുന്ന ഒരു ബെഞ്ച് പ്രസ് അത്ര ഹെവി ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഉടനെ തന്നെ ജിമ്മിലുള്ളൊരു സ്റ്റേഷനറി സൈക്കിളിൽ കയറിയിട്ട് ഒരു 2 മിനിറ്റ് വളരെ ലോ ലെവൽ ഓഫ് ഇൻറ്റൻസിറ്റിയിൽ സൈക്കിൾ ചവിട്ടുന്നു. 2 മിനിറ്റ്. ഈ 2 മിനിറ്റ് ചവിട്ടിക്കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും വന്ന് ബെഞ്ച് പ്രസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് വീണ്ടും 2 മിനിറ്റ് സൈക്കിൾ ചെയ്യുന്നു, വീണ്ടും ബെഞ്ച് പ്രസ്, വീണ്ടും സൈക്ലിംഗ്. അത് കഴിഞ്ഞാൽ പിന്നീട് ബെഞ്ച് പ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ഓവർ ട്രെയിനിങ് ആയിപ്പോവും. അതുകൊണ്ട് അതിന് പകരം ലാറ്റിസിമസ് ഡോസി, അതായത് നിങ്ങൾ പലരും വിങ്സ് എന്ന്, തെറ്റായ ഭാഷയാണ് അത്, വിങ്സ് എന്ന് വിളിക്കുന്ന അപ്പർ ബാക്ക് ലാറ്റിസിമസ് ഡോസി എന്ന മസിലിന് വേണ്ടി എന്തെങ്കിലും ഒരു കഠിനമായിട്ടൊരു എക്സസൈസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ബാബൽ റോയിങ്, അല്ലെങ്കിൽ T-bar റോയിങ്, അല്ലെങ്കിൽ ചിനപ്സ്. ഏകദേശം ഒരു 8 to 10 റെപ്പറ്റീഷൻ കഷ്ടിച്ചൊരു 1 മിനിറ്റിന് അടുപ്പിച്ചേ അത് വരുള്ളൂ. അത്രയും ചെയ്യുമ്പോഴേക്കും വീണ്ടും ആ സ്റ്റേഷനറി സൈക്കിളിൽ കയറി 1 മിനിറ്റ് ചവിട്ടുന്നു. ഇത് നമ്മുടെ ബോഡി ഫാറ്റ് ഭയങ്കരമായിട്ട് ബേൺ ചെയ്യാനും നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ ബൂസ്റ്റ് ചെയ്യാനുമായിട്ടുള്ള ഒരു എക്സസൈസ് മെത്തേഡായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് ടെസ്റ്റോസ്റ്ററോൺ എന്ന് കേൾക്കുമ്പോൾ പെണ്ണുങ്ങൾ ബാക്ക് ഔട്ട് ചെയ്യേണ്ട കാര്യമില്ല. പെണ്ണുങ്ങൾക്കും ഒരു ചെറിയ നേരിയ ലെവലോ ഈ ടെസ്റ്റോസ്റ്ററോൺ ഉണ്ട്, അത് അവർക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്. പലപ്പോഴും PCOD അങ്ങനത്തെ പ്രശ്നങ്ങളുമൊക്കെ ഈ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ഒരു ഇംബാലൻസ് കൊണ്ടുണ്ടാവുന്നതാണ്. അതുകൊണ്ട് സോ വിമൻ ഓൾസോ നീഡ് ടെസ്റ്റോസ്റ്ററോൺ. പക്ഷേ ഈ എക്സസൈസ് അതിനെക്കാട്ടിലും ഒക്കെ നമുക്ക് ഫാറ്റ് ബേണിംഗ് എക്സസൈസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. സോ ആഹാരത്തിലൊരു ചിട്ട നന്നായിട്ട് പാലിക്കുന്ന ഒരാൾക്ക് ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് എന്നുള്ളൊരു കാര്യം ജിമ്മിൽ ചെയ്യാം. മറ്റൊരു രീതിയിൽ ഇത് ചെയ്യാവുന്ന എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ആ സൈക്കിൾ, എക്സസൈസ് സൈക്കിള്, അതിൻ്റെ ആ ഒരു സ്ട്രെസ്സ് കൂട്ടി വെക്കുക, അതിൻ്റെ ആ ബ്രേക്കിംഗ് സിസ്റ്റം കുറച്ച് ടൈറ്റായിട്ട് വെച്ചിട്ട് 1 മിനിറ്റ് വളരെ കഠിനമായിട്ട് അതൊരു കയറ്റം ചവിട്ടി കയറുന്ന രീതിയിൽ അത് ചവിട്ടുക. അത് കഴിഞ്ഞ് ട്രെഡ്മില്ലിൽ ചെന്നിട്ട്
2 മിനിറ്റ് മാത്രം ട്രെഡ്മിൽ ചെയ്യുക. വീണ്ടും തിരിച്ച് സൈക്കിളിൽ വരിക, വീണ്ടും ട്രെഡ്മിൽ. മിക്കവരുടെയും വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് സൈക്കിൾ അല്ലെങ്കിൽ സൈക്കിളും ട്രെഡ്മില്ലും ഉണ്ടാവാറുണ്ട്. സോ ഇതിന് രണ്ടിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റും അധികമൊന്നുമില്ല. അതുകൊണ്ട് ഇത് ആർക്കും ശ്രമിച്ച് നോക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എക്സർസൈസ് സൈക്കിളില്ല, ട്രെഡ്മില്ലില്ല, ഒരു ഡംബൽ പോലും ഇല്ല എന്നിരിക്കട്ടെ, നിങ്ങൾക്ക് എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ല എന്നിരിക്കട്ടെ, നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് ചെയ്യാം. 2 ലിറ്റർ കുപ്പി വെള്ളത്തിൻ്റെ കുപ്പിയിൽ അത് 2 ലിറ്റർ വെള്ളം നിറയ്ക്കുക. ഇപ്പോൾ 2 ലിറ്റർ വെള്ളം എന്ന് പറയുമ്പോൾ ഏകദേശം 2 കിലോ ആയി. ഈ 2 കിലോ വെള്ളം, 2 കിലോയുടെ 2 കുപ്പി വെള്ളം ഓരോ കയ്യിൽ ഓരോന്ന് പിടിച്ചിട്ട് നിങ്ങൾക്ക് ലഞ്ചസ് എന്ന് പറഞ്ഞൊരു എക്സസൈസ് ചെയ്യാം. ലഞ്ചസ് നിങ്ങൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ലഞ്ചസിൻ്റെ ആ ഒരു സ്റ്റൈൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലഞ്ചസിൻ്റെ പല വേരിയേഷനുണ്ട്. അതിൽ ചൂസ് ദ ടഫസ്റ്റ് സ്റ്റൈൽ, ഏറ്റവും ടഫായിട്ടുള്ള ലഞ്ചസിൻ്റെ മെത്തേഡ് കണ്ടുപിടിച്ചിട്ട് ആ ലഞ്ചസ് ചെയ്യുക 1 മിനിറ്റ് നേരത്തേക്ക്. അത് കഴിഞ്ഞിട്ട് ആ കുപ്പി നിലത്ത് വെച്ചിട്ട് റൂമിനുള്ളിൽ തന്നെ നടക്കാം, വെറുതെ നടക്കാം, റൂമിന് ചുറ്റും നടക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. ഒരു 2 മിനിറ്റ് ഒരു കാഷ്വൽ പേസിൽ, വളരെ സ്ഥിരസാവധാനം എന്നല്ല, നമ്മളെന്നാലും ഒരു മോഡറേറ്റ് ഇൻറ്റൻസിറ്റി അത്രയും പോലും വേണ്ട, അങ്ങനെ ഒരു കാഷ്വൽ പേസിൽ റൂമിൽ 2 മിനിറ്റ് നടക്കുക, വീണ്ടും ഒന്ന് ലഞ്ചസ് ചെയ്യുക. അങ്ങനെ 2 സെറ്റ് കഴിഞ്ഞാൽ ഉടനെ 2 സെറ്റ് പുഷപ്സ് ചെയ്യുക, വീണ്ടും റൂമിൽ നടക്കുക, വീണ്ടും 2 സെറ്റ് പുഷപ്സ് ചെയ്യുക, വീണ്ടും റൂമിൽ നടക്കുക. പുഷപ്സ് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ സൺഷെയ്ഡ് ഉണ്ടെങ്കിൽ സൺഷെയ്ഡിൽ പിടിച്ച് ചിന്നപ്സ് ചെയ്യാം. സ്ത്രീകൾക്ക് ചിന്നപ്സ് വളരെ വിഷമമുള്ള എക്സസൈസ് ആയിരിക്കും. അതുകൊണ്ട് ഈ ഡംബൽ വെച്ചിട്ട് തന്നെ നിങ്ങൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡംബൽ പുൾ ഓവർ അങ്ങനെ എന്തെങ്കിലും വെയ്റ്റ് ട്രെയിനിങ്ങിൻ്റെ ഓരോ മെത്തേഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ അബ്ഡമിനൽ ക്രഞ്ചസ് ചെയ്യാം, കാല് അല്പം ഉയർത്തി വെച്ച് അബ്ഡമിനൽ ക്രഞ്ചസ് ചെയ്തിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് നടക്കുക, വീണ്ടും ഒന്ന് അബ്ഡമിനൽ ക്രഞ്ചസ് ചെയ്യുക, വീണ്ടും നടക്കുക. അത് കഴിഞ്ഞിട്ട് ഹൈപ്പർ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞൊരു എക്സസൈസ് ഉണ്ട്, അതും ഇതുപോലെ 2 സെറ്റ് ചെയ്യുക, വീണ്ടും നടക്കുക. അങ്ങനെ ആ ഒരു മാറിയും മറിച്ചിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ഒരു എക്സസൈസ് എക്യുപ്മെൻറ്റും ഇല്ലാതെ നിങ്ങൾക്ക് ഈ എക്സസൈസ് റൂട്ടീൻ ചെയ്യാൻ പറ്റും. ഇത് എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും എഫക്റ്റീവ് വേ ഓഫ് ലൂസിങ് ഫാറ്റ്, ഏറ്റവും ഫാസ്റ്റസ്റ്റ് വേ ആണ്. ബാക്കിയുള്ള ഒരു എറോബിക് എക്സസൈസ് അല്ലെങ്കിൽ ബാക്കിയുള്ള ഓരോ മെത്തേഡിനെക്കാട്ടിലും കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് എനിക്കിത് തോന്നാറുണ്ട്. കുറച്ചുകൂടെ ഫാസ്റ്ററായിട്ട് ഫാറ്റ് ലോസ് ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട്. ഒരു ജിംനേഷ്യത്തിലാകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചോയ്സ് ഉണ്ട്, എന്തെല്ലാം എക്സസൈസ് ചെയ്യണം ഇതെല്ലാം. ഇതൊന്നുമില്ലെങ്കിലും ഞാൻ എൻ്റെ പഴയൊരു വീഡിയോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ 15/2 എന്ന് പറഞ്ഞിട്ടൊരു എക്സസൈസ് റൂട്ടീൻ കാണിച്ചിട്ടുണ്ട്. 15/2 അതിൽ 15 റൗണ്ട് ചെയ്യേണ്ട, അതിൽ 3 റൗണ്ട് ചെയ്യുക. ഇതിലേതെങ്കിലും ഒരു എക്സസൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുഷപ്സ് അല്ലെങ്കിൽ ക്രഞ്ചസ് അല്ലെങ്കിൽ ചിന്നപ്സ്, അങ്ങനെ ഏതെങ്കിലും ഒരു എക്സസൈസിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് ചെയ്യുക. സോ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ്ങിൻ്റെ ആ ഇൻറ്റൻസ് പാർട്ട് ഓഫ് ദ എക്സസൈസ് അത് ഏതെങ്കിലും ഒരു എക്സസൈസിൽ മാത്രമായിട്ട് ഒതുക്കാതിരിക്കുക. ഉദാഹരണമായിട്ട് ഇപ്പോൾ സ്ക്വാട്ട് ചെയ്യുന്ന ഒരാൾക്ക് സ്ക്വാട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അയാൾക്ക് കുറച്ച് നേരം ട്രെഡ്മില്ലിൽ വേണമെങ്കിൽ നടക്കാം, വീണ്ടും സ്ക്വാട്ട് ചെയ്യാം. പക്ഷേ ഈ ഒരു അരമണിക്കൂർ സമയവും സ്ക്വാട്ട് മാത്രമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ഡെഫിനറ്റായിട്ട് ഓവർ ട്രെയിനിങ് ആയിപ്പോകും. സോ 2 സെറ്റ് സ്ക്വാട്ട്, 2 സെറ്റ് ഡെഡ് ലിഫ്റ്റ്, 2 സെറ്റ് ബെഞ്ച് പ്രസ്, 2 സെറ്റ് ബാർബൽ റോയിങ്. ഇതിനിടയിൽ ഈ നടക്കാനായിട്ട് അല്ലെങ്കിൽ ട്രെഡ്മില്ല് അല്ലെങ്കിൽ സൈക്കിളിൽ 2 മിനിറ്റ് വളരെ ലോ ഇൻറ്റൻസ് എക്സസൈസായിട്ട് കണക്കാക്കുന്ന ഏതെങ്കിലും ഒരു ആക്ഷൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സോ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട് ഇതിൽ. നമുക്ക് വീട്ടിൽ വെച്ചും ചെയ്യാം. ജിംനേഷ്യത്തിലാണെങ്കിൽ യു ഹാവ് 1000 വേരിയേഷൻസ്. അത് വളരെ എഫക്റ്റീവാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഓഫ്കോഴ്സ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് മാത്രം നമുക്കൊരു 100% ഒരു ഫാറ്റ് ലോസ് ഉണ്ടാവുന്നില്ല. നമുക്ക് ഡയറ്റ് ചെയ്തേ പറ്റൂ. ആഹാരം കുറയ്ക്കുന്നതിലും കാര്യമില്ല. എസ്പെഷ്യലി ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് ചെയ്യുന്ന ഒരാൾ ഒരിക്കലും ആഹാരം കുറയ്ക്കരുത്, തീരെ കുറയ്ക്കരുത്. ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ് കഴിച്ചിരിക്കണം എന്നാണ് നിയമം. ആവശ്യത്തിന് എന്ന് പറയുമ്പോൾ വയറ് നിറച്ച് കഴിക്കുക, നമ്മൾ കൊതി തീരുന്നവരെ കഴിക്കാതിരിക്കുക. ആ ലെവലിൽ കഴിച്ച് നമ്മൾ പഞ്ചസാര, ഫ്രൈഡ് ഫുഡ് അങ്ങനത്തെ ആഹാരമെല്ലാം നമ്മളൊന്ന് ഒഴിച്ചു വെച്ചിട്ട് നമ്മളൊരു ചിട്ടയായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ, അതായത് ഒരു മാസം 5 മുതൽ 8 കിലോ ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ നിന്ന് നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റും, നമുക്ക് മാറ്റിക്കളയാൻ പറ്റും. അത് തീർച്ചയായും കുറച്ച് നാൾ കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്
നല്ലൊരു ഷേപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ഡയറ്റിൽ വലുതായിട്ടൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും ഈ എക്സസൈസ് റൂട്ടീൻ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ തടി വെക്കില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, എക്സസൈസ് ചെയ്യുന്ന ഏതൊരാൾക്കും, അത് നടക്കാൻ പോകുന്ന ഒരാളല്ല, ഏത് എക്സസൈസ് ചെയ്യുന്ന ഒരാളും തടി വെക്കാറില്ല. തടി ചിലപ്പോൾ കുറഞ്ഞില്ലെങ്കിൽ പോലും, അദ്ദേഹം ഡയറ്റ് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം, തടി കുറഞ്ഞില്ലെങ്കിൽ പോലും അദ്ദേഹം തടി കൂടുതലായിട്ട് വെക്കില്ല. സോ എക്സസൈസിന് അങ്ങനത്തെ ഒരു ബെനിഫിറ്റ് ഡെഫിനറ്റായിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഒരു 6-7 മാസത്തെ ട്രെയിനിങ് ഫിറ്റ്നസ്സൊക്കെ ഉള്ള ആൾക്കാർ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് അവരുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്തേ.